ഞാനിന്ന് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ലെസണുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ ലെസണിൻ്റെ പേരാണ് പുൽ ബനീഥി മ. എന്താ നമ്മുടെ ലെസണിൻ്റെ പേര്? പുൽ ബനീഥി മ. പുൽ ബനീഥി മ എന്ന് വെച്ചാൽ, പുൽ എന്ന് വെച്ചാൽ പാലം എന്നാണ് അർത്ഥം. ഒരു അമ്മയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ സമൂഹത്തിൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്, വൃദ്ധരാകുമ്പോൾ, നമ്മുടെ മാതാപിതാക്കൾ വൃദ്ധരാകുമ്പോൾ, നമ്മുടെ അമ്മമാർ വൃദ്ധരാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് കവിയുടെ വ്യക്തമാക്കുന്ന ഒരു കവിതയാണ് പുൽ ബനീഥി മ എന്ന് പറയുന്നത്. അമ്മ ഒരു പാലമായിരുന്നു. ഇത് എഴുതിയിട്ടുള്ള കവിയുടെ പേരാണ് നരേന്ദ്ര പുണ്ടരിക്. ഇദ്ദേഹം ഒരു സമകാലീന കവിയാണ്. സമകാലീനം എന്ന് വെച്ചാൽ എന്താ? കണ്ടംപററി എന്ന് പറയുക. അതായത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കവിയാണ് നരേന്ദ്ര പുണ്ടരിക്. ആധുനിക, അതായത് പഴയ കാലമല്ല, സമകാലീനമായ അതാത് കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സമകാലീന കാലഘട്ടം എന്ന് പറയാറ്. അപ്പോൾ ഈ സമകാലീന കാലഘട്ടത്തിലെ ഒരു കവിയാണ് നരേന്ദ്ര പുണ്ടരിക്. നമ്മുടെ ടെക്സ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ ചിത്രവും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം. നോക്കാം എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന്. ഇദ്ദേഹം 15 ജനുവരി 1958 എന്നാണ് ഇദ്ദേഹം ജനിച്ചത്. 15 ജനുവരി 1958 को उत्तर प्रदेश के बांदा में जन्म. ഉത്തർപ്രദേശിലെ ബാന്ദ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. സമകാലീൻ ഹിന്ദി കവിത കെ മഹത്വപൂർണ്ണ കവിയോ മേ സെ ഏക് ഹേ. സമകാലീനരായ ഹിന്ദി കവികളിൽ വെച്ച് വളരെ മഹത്വപൂർണ്ണമായൊരു സ്ഥാനമുള്ള ഒരു കവി തന്നെയാണ് ഇദ്ദേഹം. ആര്? നരേന്ദ്ര പുണ്ടരിക്. ആലോചന ഏവം സമ്പാദൻ കെ ക്ഷേത്ര മേ സക്രിയ. ആലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിറ്റിസിസം എന്ന് പറയാം നമുക്ക്. ക്രിറ്റിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയ കവിതയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹിത്യ മേഖലയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുക, കുറ്റം പറയാമെന്ന് ശരിക്കും പറയാം. അതായത് പക്ഷെ കുറ്റം പറയല്ല, അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ വിശകലനം ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ആലോചനാത്മക ചിന്തക് എന്നൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് എന്നൊക്കെ പറയാം, ക്രിട്ടിക് എന്നൊക്കെ പറയാം. അപ്പോൾ ഇദ്ദേഹം ഒരു ക്രിട്ടിക്കായിരുന്നു. അതുപോലെ തന്നെ ഏവം സമ്പാദൻ കെ ക്ഷേത്രമേം സക്രിയ. സമ്പാദൻ എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ്, എഡിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ മേഖലയിലും ഇദ്ദേഹം വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ആരായിരുന്നു? ആലോചന, അതുപോലെ തന്നെ ആലോചന എന്ന് വെച്ചാൽ എന്നാൽ ക്രിറ്റിസിസം, അതുപോലെ തന്നെ സമ്പാദൻ എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്ങിൻ്റെ മേഖലയിലും ഇദ്ദേഹം വളരെ ആക്റ്റീവായ ഒരു കവിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രമുഖ കവിത എന്ന് പറയുന്നത് കവിതാ സങ്കലൻ നംഗേ പാവ് കാ രാസ്ത, സാത്തോം ആകാശോം കി ലാഡലി, ഇനേം ദേഖ്നെ ദോ ഇത്നി സി ദുനിയ, ഇസ് പൃഥ്വി കി വിരാട്ത മേ. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു ഐഡിയ ആയില്ലോ നമുക്കല്ലേ. അപ്പോൾ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒന്നും ഇദ്ദേഹത്തെക്കുറിച്ച് കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ടുപിടിക്കാനൊരു ശ്രമവും നടത്തി. ജസ്റ്റ് സമകാലീന കവി എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കണുള്ളൂ. ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, നമുക്കിനി കവിതയിലേക്ക് കടക്കാം. ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി ഥി മാ. ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ പാലമായിരുന്നു അമ്മ. ജിസ്മേ ആയേ ദിൻ ദൗഡ്തി രഹി ഥി ബേധടക്. അതിലെ ആ അമ്മയാകുന്ന പാലത്തിൽ ഞങ്ങൾ ദൗഡ്തി രഹ്തി ഥി, ഞങ്ങൾ ഓടിക്കൊണ്ടേയിരുന്നു. എങ്ങനെയാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നത്? ബേധടക്, ഒരു തടസ്സവുമില്ലാതെ ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നു. ബേധടക് എന്ന് വെച്ചാൽ തടസ്സമില്ലാതെ. ബിനാ കിസി ഹരി ലാൽ ബത്തി കെ. ഇനി യാതൊരു തരത്തിലുള്ള പച്ച വെളിച്ചമോ ചുവപ്പ് വെളിച്ചമോ, അതായത് തീവണ്ടി ഓടുമ്പോൾ നിൽക്കേണ്ട സമയമാകുമ്പോൾ ഒരു ചുവപ്പ് വെളിച്ചം, ഓടേണ്ട സമയമാകുമ്പോൾ ഒരു പച്ച വെളിച്ചം ഒക്കെ വരൂലേ. പക്ഷേ ഞങ്ങളുടെ ജീവിതമാകുന്ന തീവണ്ടി ഞങ്ങളുടെ അമ്മയാകുന്ന പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടായില്ല. ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്. തീവണ്ടി പോകുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതമാകുന്ന തീവണ്ടിക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സവും സംഭവിച്ചില്ല. പിതാ കെ ബാദ് ഹം ഭായിയോം കെ ബീച്ച്.
പുൽബനി മാ, അച്ഛനു ശേഷം ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ പാലമായി അമ്മ. പിതാ കെ ബാദ് ശേഷം, അച്ഛനു ശേഷം ഞങ്ങളുടെ ഇടയിൽ, അച്ഛൻ്റെ മരണശേഷം ഞങ്ങളുടെ ഇടയിൽ അമ്മ പാലമായി. അച്ചാനക് നഹി ടൂട്ടി, പെട്ടെന്നൊന്നും പൊട്ടിയില്ല. അച്ചാനക് എന്ന് വെച്ചാൽ പെട്ടെന്ന്, അച്ചാനക് പെട്ടെന്ന്. അപ്പോൾ നഹി ടൂട്ടി, ടൂട്ടിന പൊട്ടുക, നഹി ടൂട്ടി പൊട്ടിയില്ല, പെട്ടെന്നൊന്നും പൊട്ടിയില്ല. പക്ഷേ ധീരെ ധീരെ ടൂട്ടി രഹി, പതുക്കെ പതുക്കെ പൊട്ടിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരുന്നു. ഹം ദേഖ്തേ രഹേ ഔർ മാൻതേ രഹേ കി ബൂഢാ രഹി ഹേ മാ. ഹം ദേഖ്തേ രഹേ, ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. എന്താണ്? ഓർ മാൻതേ രഹേ, ഞങ്ങൾ മനസ്സിലാക്കിയും കൊണ്ടിരുന്നു. എന്താ ഞങ്ങൾ മനസ്സിലാക്കിയത്? ബൂഢാ രഹി ഹേ മാ, ഞങ്ങളുടെ അമ്മയ്ക്ക് പ്രായമാവുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ബൂഢാ രഹി ഹേ, മാന്ന എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മാനനെ ലഗേക്ക് ഹമാരി മാ കോ, ഹമാരി മാ ബൂഢ ബൻ ജാത്തി ഹെ, അല്ലെങ്കിൽ ഹമാരി മാ ബൂഢ രഹി ഹെ, ഹോ രഹി ഹെ, ഞങ്ങളുടെ അമ്മ വൃദ്ധയാവുകയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. മാ കെ ബാർ ബാർ कहने को हम मानकर चलते रहे उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. നീ മാക്കെ ബാർ ബാർ കഹനേക്കോ, അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള പറച്ചിലിൽ നിന്നും, ബാർ ബാർ എന്ന് വെച്ചാൽ തുടർച്ചയായി അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അമ്മ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. മാൻകർ ചലത്തേ രഹി, അപ്പം ഞങ്ങളത് മാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി. അമ്മയുടെ ഓരോ വാക്കുകളിൽ നിന്നും ഞങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, ഞങ്ങളുടെ അമ്മയ്ക്ക് വയസ്സാവുകയാണെന്ന്. ഉസ്കെ ബൂഢേ ഹോനെ കി ആദത് और अपने हर आवाज में उसके बूढ़े होने की ആദത്ത്. ആദത്ത് എന്ന് വെച്ചാൽ എന്താണ്? ശീലം. അമ്മ വയസ്സാകുമ്പോൾ എല്ലാവർക്കും ശീലങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും വ്യത്യാസം വരും അല്ലേ? അപ്പം അതേപോലെ തന്നെ ഇവരുടെ അമ്മയ്ക്കും പ്രായമായപ്പോൾ വന്ന ആ ശീലങ്ങൾ, അല്ലെങ്കിൽ അമ്മ പ്രകടിപ്പിച്ച ശീലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. അമ്മയുടെ പ്രായമാകുന്നതിൻ്റെ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഹർ ആവാസ് മേ, അമ്മയുടെ ഓരോ സ്വരത്തിലും, ആവാസ് എന്ന് വെച്ചാൽ ശബ്ദം, സ്വരം എന്നാണ് അർത്ഥം. അപ്പം അമ്മയുടെ ഓരോ സ്വരത്തിലും എന്താണ്? ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു, എന്ത്? ഞങ്ങളുടെ അമ്മയ്ക്ക് പ്രായമാവുന്നു. ധീരെ ധീരെ ടൂട്ടി രഹി മാ, എന്താണ് തിരിച്ചറിഞ്ഞത് ഞങ്ങൾ? ഞങ്ങളുടെ അമ്മ പതുക്കെ പതുക്കെ അമ്മയാകുന്ന പാലം പൊട്ടുകയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. മനസ്സിലായോ? ഇനി ഇവിടെ 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പുൽ ബനി ഥി മാ സെ ക്യാ താൽപര്യ ഹേ, എന്താണ് അതിൻ്റെ അർത്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പുൽ ബനി ഥി മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 2 പുല്ലച്ചൽ പാലം, 2 അല്ലെങ്കിൽ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പാലമാണ് അമ്മ. സഹോദര സ്നേഹങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്നത് ആരാണ്? അമ്മയാണ് അല്ലേ? 2 തീരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ദോ കിനാരോം കോ ജോഡ്താ ഹേ, 2 തീരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇസ് പ്രകാർ ഭായിയോം കെ ബീച്ച് പുൽ രഹി തി മാ, അമ്മ പുൽ ആയിരുന്നു, പാലം ആയിരുന്നു. അതാണ് 2 തീരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പോലെ 2 സഹോദരങ്ങളെ ബന്ധിപ്പിച്ചിരുന്നു എന്നതുകൊണ്ടാണ് അമ്മ പാലമായിരുന്നു എന്നതുകൊണ്ട് കവിയുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൂഢാ രഹി ഹേ മാം ഇസ് ആശയ ക്യാ ഹേ. ബൂഢാ രഹി ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൃദ്ധയാവുകയാണ് അമ്മ. അതെ. ധീരെ ധീരെ ബൂഢി രഹി ഹേ, പതുക്കെ പതുക്കെയാണ് വൃദ്ധയാവുന്നത്. അതല്ലെങ്കിൽ എന്താ പറയുക, ബൂഢാ രഹി ഹേ, രഹി എന്ന് വെച്ചാൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമ്മയാകുന്ന പാലത്തിന് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അടുത്ത സ്റ്റാൻസ നോക്കാം. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. ഇനി ഹാത്തോം ഹാത്ത് രഹ്തി മാ, അമ്മ ഹാത്തോം ഹാത്ത് ചെയ്യാന്ന് വെച്ചാൽ കൈമാറ്റം ചെയ്യുക. അമ്മയെ ഞങ്ങൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ത്? മക്കൾക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്? അമ്മ അവർക്ക് ഭാരമായി തോന്നി പരസ്പരം കൈമാറ്റം ചെയ്യാനായിട്ട്, ഇന്ന് നീ നാളെ അങ്ങനെയുള്ള ഒരു മത്സരത്തിലേക്ക്
എത്തി. ഹാത്തും ഹാത്ത് രഹത്തി മാം, ഓരോരുത്തരുടെ കൈകളിലേക്ക് മാറി മാറി അമ്മ പോയിക്കൊണ്ടിരുന്നു. ഏക് ദിൻ ഹമാരെ കന്ധോമേ ആകെയി, ഒരു ദിവസം ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ തോളിലേക്ക് വന്നപ്പോൾ എന്തുണ്ടായി? അപ് ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം. അപ്പോൾ അങ്ങനെ മാറി മാറിക്കൊണ്ട് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ അമ്മയെ ഞങ്ങൾ കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഹംകോ മെഹസൂസ് കർണേ ലഗി, ഞങ്ങൾക്ക് മനസ്സിലായി എന്ത്? ധീരെ ധീരെ, പതുക്കെ. മഹസൂസ് കർണ എന്ന് വെച്ചാൽ അനുഭവിക്കാൻ, ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്താണ് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് തുടങ്ങിയത്? അപ്പനെ വൃഷഭ് ഗന്ധവുമേയും, ഞങ്ങളുടെ വൃഷഭ് എന്ന് വെച്ചാൽ കാള, അതായത് ഇവിടെ ബലത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ അത്രയും ഉറപ്പുള്ള ചുമലുകൾക്ക് അമ്മ എന്തായി? മാ കാ ഭാരി ഹോന, അമ്മ ഒരു ഭാരമാവാനായിട്ട് തുടങ്ങി. അപ്പോൾ അമ്മയെ കൈമാറ്റം ചെയ്തു ഞങ്ങൾ. ഹാത്തോ ഹാത്ത് രഹത്തി, പരസ്പരം സഹോദരങ്ങൾ പരസ്പരം കൈമാറി. ഇന്ന് കുറച്ച് ദിവസം അവിടെ നിൽക്കുക, കുറച്ച് ദിവസം അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അമ്മയെ കൈമാറി. ഏക് ദിൻ ഹമാരെ കന്ധോ മേ ആ ഗയി, ധീരെ ധീരെ महसूस करने लगे हम अपने वृषभ कंधों में മാ കാ ഭാരി ഹോന, ഞങ്ങളുടെ വൃഷഭ, ഞങ്ങളുടെ ഉറച്ച തോളുകളിൽ അമ്മ ഒരു ഭാരമായി തുടങ്ങിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ, അനുഭവിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കവിയുടെ, അതാണ് സമകാലീൻ കവി എന്ന് പറഞ്ഞല്ലോ. സമകാലീന സംഭവങ്ങളാണ് കവി തൻ്റെ കവിതയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തെ രഹേ അപ്നെ കന്ദേ മാ ആഖിർ മാ ഹി തോ ഹേ. ഇനി എത്രത്തോളം, അല്ലെങ്കിൽ എത്ര നാൾ വരയ്ക്കും ജീവിത് രഹി, അമ്മ ജീവിച്ചിരുന്നത്? ഹം ബദൽത്തെ രഹേ അപ്നെ കന്ദേ, ഞങ്ങൾ ഞങ്ങളുടെ തോളുകൾ എന്ത് ചെയ്തിരുന്നു? മാറ്റി മാറ്റി കൊണ്ടിരുന്നു അല്ലേ? അമ്മ ജീവിച്ചിരുന്നപ്പോഴൊക്കെ ഞങ്ങൾ ചുമലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറിക്കൊണ്ടിരുന്നു. കുറച്ച് ദിവസം ഈ സഹോദരൻ, അല്ലെങ്കിൽ കുറച്ച് ദിവസം ആ സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അമ്മയെ കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? ആ ബദൽത്തേ രഹി, ഞങ്ങൾ ചേഞ്ച് ചെയ്തു, കൈമാറ്റം ചെയ്തു. ബദൽന വെച്ചാൽ മാറുക, മാറ്റിക്കൊണ്ടിരുന്നു. ജബ് തക്, എത്ര നാൾ വരെയോ, അല്ലെങ്കിൽ എവിടം വരെയോ, എത്രത്തോളമോ, ജീവിത് രഹി, അമ്മ ജീവിച്ചിരുന്ന അമ്മയുടെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ അമ്മയെ പരസ്പരം കൈമാറിക്കൊണ്ടിരുന്നു. ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തേ ദേഖ്, തുടർച്ചയായി അല്ലെങ്കിൽ ആവർത്തിച്ച് ഹമേ കന്ധേ ബദൽത്തേ രഹേ, ഞങ്ങൾ തോള്, കന്ധ എന്ന് വെച്ചാൽ എന്താണ്? തോള്. വൃഷഭ് കന്ധ എന്ന് വെച്ചാൽ, വൃഷഭ് എന്ന് വെച്ചാൽ നേരത്തെ സ്റ്റാൻസയിൽ ഉണ്ടായിരുന്ന വൃഷഭ് എന്ന് വെച്ചാൽ കാള എന്നാണ് അർത്ഥം. പക്ഷെ കാളയുടെ തോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളുടെ അത്രയും ഉറപ്പുള്ള തോളിൽ, അത്രയും ഉറപ്പുള്ള ചുമലുകളിൽ നിന്ന്, കന്ധേ എന്ന് വെച്ചാൽ തോള്, ചുമലുകളിൽ നിന്ന്, ബദൽത്തേ ദേഖ്, മാറ്റുന്നത് കണ്ടപ്പോൾ, പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് കണ്ടപ്പോൾ, ഹമാരെ കന്ധോ സെ ഉത്തർ ഗയി മാ, അപ്പം അമ്മ എന്ത് ചെയ്തേ? മക്കൾ ഇങ്ങനെ പരസ്പരം കൈമാറുകയാണെന്ന് കണ്ടപ്പോൾ അമ്മ എന്ത് ചെയ്തു? സ്വയം ഹമാരെ കന്ധോ സെ ഉത്തർ ഗയി, അമ്മ എന്ത് ചെയ്തു? ഞങ്ങളുടെ തോളിൽ നിന്നും, ഉത്തർന എന്ന് വെച്ചാൽ ഇറങ്ങുക, ഇറങ്ങിപ്പോയി. और माँ के कंधों से उतरते ही उतर गए ഹമാരെ കന്ധേ. അപ്പം എന്താ അവിടെ സംഭവിച്ചത്? അമ്മ മക്കൾക്കൊരു ഭാരമാകുന്നു എന്ന് തോന്നി. അപ്പോൾ മനസ്സിലാക്കിയപ്പോൾ അമ്മ എന്ത് ചെയ്തു? അമ്മ സ്വയം ഉത്തർത്തേ രഹി, അല്ലേ? അമ്മ അവരുടെ തോളുകളിൽ നിന്നും ഇറങ്ങിപ്പോയി. ലേക്കിൻ ക്യാ ഹുവാ ഓർ മാ കെ കന്ധോ സെ ഉത്തർത്തേ രഹി, അമ്മ ചുമലിൽ നിന്ന് പോയപ്പോൾ, അമ്മ ഞങ്ങളുടെ തോളുകളിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ എന്തുണ്ടായി? ഹം ഓർ മാ കെ കന്ധോ സെ ഉത്തർത്തേ ഹി ഉത്തർ ഗയേ ഹമാരെ കന്ധേ, ഞങ്ങളുടെ തോളുകളും ഒപ്പം തന്നെ ഇറങ്ങിപ്പോയി. എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് അവലംബമില്ലാതെയായി, ആശ്രയമില്ലാതെയായി, ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി, ഞങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നല് മക്കൾക്ക് അപ്പോൾ വന്നു. നിരാശ്രയരായവരെ പോലെ മക്കൾക്ക് തോന്നി. അപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുകയായിരുന്നു. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ അമ്മയുടെ ആ ഒരു വില, അല്ലെങ്കിൽ അമ്മയാകുന്ന പാലം ഞങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു എന്നത് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങളും സ്വയം നിരാശ്രയരായി മാറി എന്നാണ് കവി ഇവിടെ ഉദ്ദേശിച്ചത്. ക്വസ്റ്റ്യൻ നോക്കാം. മാ ആഖിർ മാ ഹി തോഹേ ഇസ്സെ അപ്നാ ക്യാ സംജ.
അമ്മ അമ്മ തന്നെയാണ്. അമ്മ ആഖിർ എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും, എല്ലായ്പ്പോഴും. ആഖിർ എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും. അമ്മ എല്ലായ്പ്പോഴും എന്താണ്, അല്ലെങ്കിൽ അവസാനം വരെ എന്നൊക്കെയാണ് ആഖിർ എന്ന് വെച്ചാൽ അർത്ഥം. ആഖിറി മുലാഖാത്ത് എന്നൊക്കെ പറയും, അവസാന കൂടിക്കാഴ്ച. അപ്പോൾ ആഖിർ എന്ന വാക്കിൻ്റെ അർത്ഥം അവസാനം വരയ്ക്കും. മാഹി തോഹി, അമ്മ അമ്മ തന്നെയാണ് എന്ന് പറയുന്നതിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അമ്മ എന്ന് വെച്ചാൽ എന്താണ്? മാമ മമത ദേനെ വാലി ഹേ, അല്ലെങ്കിൽ മമത മയി ഹേ, അമ്മ സ്നേഹമുള്ളവളാണ്. അപ്പനെ ബച്ചോം കി സുഖ് ദുഃഖ് മേ, സ്വന്തം മക്കളുടെ സുഖത്തിലും ദുഃഖത്തിലും എന്താണ്, അവള് പങ്കുചേരുന്നു. അതല്ലെങ്കിൽ ഉൻകി ഖുശി ഹി, അവരുടെ സന്തോഷമാണ്. ഉൻകി ചാഹ്, അമ്മയുടെ ആഗ്രഹം. ബച്ചോം കി ഖുശി മാ ചാഹത്തി ഹെ, മക്കളുടെ സന്തോഷമാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അപ്നെ ബച്ചോം കോ കോയി തക്ലീഫ് പഠന നഹി ചാഹത്തി, തൻ്റെ മക്കൾക്ക് കോയി തക്ലീഫ്, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും, തക്ലീഫ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകളും വരുന്നത് അമ്മ ആഗ്രഹിച്ചിരുന്നില്ല. ഓ ഹമേശ ബച്ചോം കി ഭലായി ചാഹത്തി തി, അല്ലേ? അപ്പോഴും മക്കളുടെ നന്മയാണ് അമ്മ ആഗ്രഹിച്ചിരുന്നത്. ഇസ്ലിയെ മാഹി ആഖിർ മാഹി തോഹേ, അവസാനം വരയ്ക്കും അമ്മ അമ്മയാണ്. കാരണം എന്താ? അവസാന നിമിഷത്തിൽ അപ്പനെ ബച്ചോം കോ സ്വയം ബച്ചോം കെ കന്ധേ സെ സ്വയം ഉത്തർത്തി രഹി, അവരുടെ മക്കളുടെ തോളിൽ നിന്നും സ്വയം ഇറങ്ങി വന്നു, അല്ലേ? എന്തുകൊണ്ടാണ്? അമ്മ സോച്ചനെ ലഗേ കി അപ്നെ ബച്ചോം കോ മേ ഏക്ക് ഭാരി ഹോ ഗയി ഹേ, ആ ഒരു ഭാരമായി മാറുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മ എന്ത് ചെയ്തു? അവരുടെ തോളിൽ നിന്നും ഇറങ്ങി സ്വയം ഇറങ്ങിപ്പോയി. മക്കൾക്ക് അപ്പോഴും അവസാനം വരെയും എന്താണ്, ഒരു ഭാരമാകാനായിട്ട് അമ്മ ആഗ്രഹിച്ചില്ല. കോയി തക്ലീഫ് പഠന നഹി ചാഹത്തി, ഒരു അപകടം വരണമെന്ന് അമ്മ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇസ്ലിയെ ആഖിർ ഹി മാഹെ, അമ്മ അവസാനം വരയ്ക്കും എന്താണ്, അമ്മ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇതിൻ്റെ നമ്മൾ ആ ടെക്സ്റ്റൈൽ ക്വസ്റ്റ്യൻസും ഇപ്പോൾ തന്നെ ഒപ്പം തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്കുള്ളത് ഈ താഴെ ഒരു ലിഖേ നിമ്നലിഖിത ആശയ കവിത കി കിൻ കിൻ പങ്ക്തിയോ മേ ഹേ, താഴെ തന്നിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെ വരികളിലാണ് തന്നിരിക്കുന്നത് എന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ബേഠോം കാ ജീവൻ ബേരോ കട്ടോക്ക് ചൽത്തി ഗാഡി കെ സമാൻ രഹ, മക്കളുടെ ജീവിതം ബേരോ കട്ടോക്ക് എന്ന് വെച്ചാൽ തടസ്സമൊന്നുമില്ലാതെ നീങ്ങുന്ന ഒരു വണ്ടി പോലെയാണെന്ന് അർത്ഥം വരുന്ന വരികൾ ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കണ്ടൂല്ലേ, ദൗഡ്തി രഹത്തി തി ബേധടക് ബിനാ കിസി ഹരിലാൽ ബത്തി കെ ഹം ലോഗോം കി ചുക് 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 ചുക്. ആദ്യത്തെ സ്റ്റാൻസയിലെ വരികളാണ്, വരികളുടെ അർത്ഥമാണ്, ആശയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, മാഖി ദേഖ്ഭാൽ കി ജിമ്മേദാരി ബേഠോം പർ ആ ഗയി, അമ്മയെ നോക്കുന്നതിൻ്റെ ഭാരം മക്കളുടെ ചുമലുകളിൽ വന്നു എന്ന് പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ ഉത്തരവാദിത്തം മക്കൾക്ക് വന്നു എന്ന് ഉള്ള ആ ആശയം ഉൾക്കൊള്ളുന്ന വരികൾ ഏതാണ്? ഈ തൊട്ടിപ്പുറത്ത് ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ ലൈനുകളാണ്. ഹാത്തോം ഹാത്ത് രഹത്തി മാ ഏക് ദിൻ ഹമാരെ കന്ധോം ആ ഗയി ധീരെ ധീരെ മഹസൂസ് കർണേ ലഗി ഹം. ആദ്യത്തെ 2 വരി എഴുതിയാൽ മതി. ഹാത്തോം ഹാത്ത് രഹത്തി മാ ഏക് ദിൻ ഹമാരെ കന്ധോമേ ആ ഗയി, അപ്പോഴാണ് അമ്മയുടെ ഉത്തരവാദിത്തം മക്കൾക്ക് ഏറ്റെടുത്തു, അല്ലെങ്കിൽ മക്കളിലേക്ക് വന്നു എന്നതിൻ്റെ അർത്ഥം. ജിമ്മേദാരി എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം. നെക്സ്റ്റ് ലൈൻ, ബേഠെ അപ്പനെ ദായിത്വ ബദൽതേ രഹേ, മക്കൾ ഉത്തരവാദിത്വം മാറ്റിക്കൊണ്ടിരുന്നു. ദായിത്വം എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം, ബദൽതേ രഹേ മാറ്റിക്കൊണ്ടിരുന്നു. ഏതാ വരികൾ വരണത്? ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽതേ രഹേ അപ്നെ കന്ധേ, എത്ര നാളമ്മ ജീവിച്ചിരുന്നോ അമ്മയെ ഞങ്ങൾ അപ്പോഴൊക്കെ പരസ്പരം മാറ്റിക്കൊണ്ടിരുന്നു എന്ന് പറയുന്ന 2 ലൈൻസാണ്. ജബ് തക് ജീവിത് രഹി മാ हम बदलते रहे अपने कंधे. लास्ट, माँ के चले जाने से बेटे बेसहारे बने, അമ്മ പോയി കഴിഞ്ഞപ്പോൾ ബേസഹാര എന്ന് വെച്ചാൽ ആശ്രയമില്ലാത്തവരായി മക്കൾ എന്ന് കാണിക്കുന്ന വരികൾ ഏതാണെന്നാണ് ചോദ്യം.
हमारे कंधों से उतर गई माँ और माँ के कंधों से उतरते ही ഉത്തർ ഗയേ ഹമാരെ കന്ധേ എന്ന് പറയുന്ന ലാസ്റ്റത്തെ ഇവിടെ ഇത്രയും മതിയാവും. മാക്കെ കന്ധോസെ ഉത്തർത്തേ ഹി, അമ്മ ഞങ്ങളുടെ തോളിൽ നിന്നും പോയപ്പോൾ ഉത്തർ ഗയേ ഹമാരെ കന്ധേ എന്ന് പറയുന്ന ആ ലാസ്റ്റത്തെ 2 വരികളാണ് ഈ മാക്കെ ചലെ ജാനെ സെ ബേഹസാരെ ബനെ എന്ന് പറയുന്ന ആശയം ഉൾക്കൊള്ളുന്ന വരികൾ. ഒരുവിധം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് പുൽബനീഥ്യമ എന്ന് പറയുന്നത്. നരേന്ദ്ര പുണ്ടരിക്കിൻ്റെ പുൽബനീഥ്യമായിൽ സമകാലീന സംഭവങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരു വിഷയമാണെന്ത്, വൃദ്ധരായ ആളുകളെ നോക്കാതെ വൃദ്ധരായ ആളുകൾ കുടുംബത്തിന് അല്ലെങ്കിൽ മക്കൾക്ക് ഒരു വയസ്സാകുമ്പോൾ അച്ഛനും അമ്മയും മക്കൾക്ക് ഭാരമാകുന്നു എന്ന് കാണിക്കുന്ന, അപ്പോൾ എന്ത് ചെയ്യാണ്, വൃദ്ധസദനങ്ങളിലും മറ്റും കൊണ്ടുവന്നാക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ പരസ്പരം കൈമാറ്റം ചെയ്യുന്നു അല്ലേ. ഇത്രയും ഒക്കെ അത്തരം ഒരു സന്ദർഭമാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സമകാലീന സംഭവത്തിലേക്ക് തന്നെയാണ് ഈ പുൽബനീഥിമ എന്ന് പറയുന്ന കവിത വിരൽ ചൂണ്ടുന്നത്. എഴുതിയത് നരേന്ദ്ര പുണ്ടരിക്. അപ്പോൾ ഒരുവിധം നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ നല്ലതുപോലെ വായിച്ച്, ടെക്സ്റ്റ് നന്നായി വായിച്ച് എൻ്റെ ക്ലാസ് 2-3 പ്രാവശ്യം കേൾക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.